വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റാഗി ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഡയബറ്റിക് പേഷ്യൻസിനെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. സാധാരണ ഒരാഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വളരെ ഹെൽത്തിയായ രീതിയിലാണ് ഈ ഒരു റാഗി ഇഡ്ഡലി. അപ്പം എന്താ പറയുക, കൊളസ്ട്രോൾ ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റാഗി ഇഡ്ഡലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇത് നമ്മൾ തക്കാളി ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. തക്കാളി ചട്നി ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ട് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ റാഗിയും അരിയൊക്കെ കുതിർത്ത് വെക്കണം. അപ്പോൾ 1 കപ്പോളം റാഗി, മുഴുവനായിട്ടുള്ള റാഗി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പോളം ഒരു ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഞാൻ ഉഴുന്ന് സെപ്പറേറ്റ് ഒന്നും ഇടുന്നില്ല, ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. അപ്പം നന്നായിട്ടൊരു 3-4 പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഇത് ആ ഒരു അഴുക്ക് കണ്ടോ, നമുക്ക് ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാവും. അഴുക്കൊക്കെ ഒന്ന് പോകുന്നത് വരെ 2-3 എത്രയോ അഴുക്കുണ്ടോ അതനുസരിച്ച് ഒന്ന് കഴുകി മാറ്റുക. ഇപ്പോൾ ഇതേ നന്നായിട്ട് കഴുകി മാറ്റി അഴുക്കെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ അതേ 4-5 മണിക്കൂറിന് ശേഷം നമുക്ക് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ, കാരണം എല്ലാം കൂടി ഒരുമിച്ചല്ലേ നമ്മൾ കുതിർത്ത് വെച്ചത്, അതുകൊണ്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നില്ല. ഇനി അഥവാ നിങ്ങൾ ഉഴുന്ന് സെപ്പറേറ്റ് ആണെങ്കിൽ ഉഴുന്നെടുത്ത വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതേ എല്ലാ വെള്ളവും കളഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കൈയിലോളം ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചോറ് വേണ്ടെങ്കിൽ അവൽ കുതിർത്തുകയാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കുറച്ച് ടൈം ഒന്ന് അരച്ചെടുക്കണം, ആ ഒരു റാഗിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമ്മൾ അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് ഇത് മാറ്റാവുന്നതാണ്. അപ്പം ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ തലേദിവസം രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പം നന്നായിട്ട് പൊങ്ങി വരും. ഇവ ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പോൾ അതേ രാത്രി എന്താ പറയുക, അതായത് വെളുപ്പിനെ വരെയും വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി, കാരണം ഉഴുന്നൊക്കെ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു എന്താ പറയുക കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും കൂട്ടി വെക്കരുത്. അപ്പോൾ അതേ ഇത് ഞാൻ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അഥവാ പൊങ്ങി പോവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അടിയിലൊരു പാത്രം നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വെളുപ്പിന് ഏകദേശം ഒരു 3 മണിയായപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് പൊങ്ങി വന്നു. ഞാൻ ഇടയ്ക്കൊന്ന് പോയി നോക്കിയിരുന്നു. അപ്പോൾ അതേ കണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം ഇനി വെച്ചാൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യമായ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അഥവാ നിങ്ങൾ തലേദിവസം രാത്രി തന്നെയാണ് ഉപ്പിട്ട് വെക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പോകാണ്ടോ, അല്ലെങ്കിൽ വീണ്ടും വെച്ചാൽ കൂടുതൽ പൊങ്ങിപ്പോവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മളുടെ ഇഡ്ഡലി പാത്രം ഞാൻ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്, വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിന് ഇതിലോട്ട് ഞാൻ എണ്ണ തടവിയിട്ട് ഓരോ കയ്യിൽ വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇഡ്ഡലി പാത്രം ഒരുപാട് വലുതല്ല കേട്ടോ, ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാടങ്ങ് വലിയ ഇഡ്ഡലിയൊന്നുമല്ല, ഒരു മീഡിയം സൈസ് ഇഡ്ഡലിയാണ്. അപ്പോൾ എണ്ണയൊക്കെ തടവിയതിലേക്ക് നമ്മൾ ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ തട്ട് വീതം വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണത്തിൽ 4 എണ്ണം, ഒരെണ്ണത്തിൽ 5 എണ്ണമാണ് ഇഡ്ഡലിയുള്ളത്. ഇപ്പം നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി കൊണ്ട് അടച്ച് ഒരു 10-15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതേ ചൂടാറാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കാവുന്ന, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി. നമ്മളിവിടെ സെർവ് ചെയ്യുന്നത് തക്കാളി ചട്നിയുടെ കൂടെയാണ്. തക്കാളി ചട്നി ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇഡ്ഡലി റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് അഥവാ
അരി വേണ്ടെങ്കിൽ എന്താ പറയുക റാഗിയും ഉഴുന്നും മാത്രമായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി ചട്നിയോട് ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യാനാണ്. ഞാനിവിടെ എന്താ പറയുക ഹെൽത്തി വേർഷൻ ആയതുകൊണ്ടാണ് ഒരുപാട് തേങ്ങ ചമ്മന്തി എടുക്കാത്തത്, അതുകൊണ്ടാണ് തക്കാളി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തേങ്ങാ ചമ്മന്തിയാണ് താല്പര്യം, അല്ലെങ്കിൽ സാമ്പാറാണെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു റാഗി ഇഡ്ഡലി കഴിക്കുന്നത് നല്ലതാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.